ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മളിന്നൊരു ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ളൊരു കൊഞ്ച് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് വലുതായിട്ട് തന്നെ അരിഞ്ഞ 2 സവോളയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അരിഞ്ഞത് വേണം. പിന്നെ അതേ കണക്ക് തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് വേണം. പിന്നെ പൊടികൾ വേണ്ടുള്ളത് 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, എരിവിനനുസരിച്ച് കുരുമുളക് പൊടി എടുക്കണം കേട്ടോ. പിന്നെ അതിനുശേഷം മസാല 1/2 സ്പൂൺ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ കൊഞ്ച് വേണം. കൊഞ്ച് നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത കൊഞ്ചാണ്. പിന്നെ പാൻ ചൂടാവുമ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുകിടുക. കടുക് പൊട്ടി വരണം. പൊട്ടി വന്നതിന് ശേഷം ഉള്ളി ഇടുക. ഉള്ളി കുറച്ച് വലുതായിട്ട് അരിയാൻ കാരണം ചെറുതായിട്ട് അരിഞ്ഞാൽ അങ്ങ് വാടിപ്പോവും, വഴണ്ട് പോകും. അത്രയും വഴളണ്ട, നമുക്ക് ആ ഒരു ഇതായിട്ട് കിടക്കണം വലുതായിട്ട്. അതുകൊണ്ടാണ് ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞത്. ഉള്ളി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് അത് നല്ലോണം സോട്ട് ചെയ്യുക. നല്ലോണം സോട്ട് ചെയ്ത് അധികം വഴളണ്ട, ഒന്ന് സോട്ട് ചെയ്ത് ഒന്ന് വഴണ്ട് വരുമ്പോൾ, ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആദ്യം ഇടാത്തത്, നമ്മൾ ആദ്യമേ എണ്ണ ഒഴിച്ചിട്ട് ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് കരിഞ്ഞു പോകും, കരിഞ്ഞടി പിടിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അത് നല്ലോണം വഴണ്ട് വരുമ്പം പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഇടുക. തേങ്ങാക്കൊത്ത് നല്ലോണം തേങ്ങാക്കൊത്തിട്ട് നല്ലോണം വഴട്ടുക. നല്ലോണം വഴന്നതിന് ശേഷം മാത്രം പൊടികളിടുക. പൊടികളിട്ടതിന് ശേഷം പൊടികളുടെ പച്ചമണം ഒന്ന് മാറണം. മാറിയിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നൊരു സമയമുണ്ടല്ലോ, ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം, സാധാ വെള്ളമല്ല, ചൂടാക്കിയ വെള്ളം തന്നെ ഒഴിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടാക്കിയ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിനകത്തോട്ട് നമ്മുടെ കൊഞ്ചിട്ട് കൊടുക്കാം. കൊഞ്ചിട്ടതിന് ശേഷം നല്ലോണം അടച്ച് വെച്ച് വേവിക്കണം. അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പം തുറന്ന് വെക്കുക. തുറന്ന് വെച്ചതിന് ശേഷം തീ നല്ലോണം സിമ്മിൽ കുറച്ച് വെച്ചതിന് ശേഷം വറ്റിച്ചെടുത്ത നമ്മുടെ ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.